ഭേദങ്ങളുണ്ടോ അതോ വെറും തോന്നൽ മാത്രം? അയർലൻഡിലെ മലയാളികളുമായി യൂറോ മലയാളി നടത്തിയ സംവാദങ്ങളുടെ പരമ്പര തുടങ്ങുന്നു. ഭൂതങ്ങൾ ഒരു മിഥ്യയല്ല, അവർ യാഥാർത്ഥ്യങ്ങളാണ്. അനാവശ്യമായി ഈ ലോകത്ത് കുടുങ്ങിപ്പോയ ആത്മാക്കൾ തങ്ങളുടേതായ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ അലയുകയാണ് ചെയ്യുന്നത്. ഓരോ സാന്നിധ്യത്തിനും ഒരു ലക്ഷ്യമുണ്ട്. അതൊരു കഥ പറയാനോ ഒരു കാര്യം പൂർണ്ണമാക്കാനോ ആയിരിക്കും. അവയെ കാണുന്ന അനുഭവം അന്യമായ ലോകത്തിൻ്റെ നിഗൂഢമായ സന്ദേശങ്ങളിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. വിക്ലോയിലെ ഒരു ലോക്കൽ കൗണ്ടി റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന സെബാസ്റ്റ്യൻ സിമിത്തേരിയുടെ അരികിലുള്ള ഇരുണ്ടതും വീതി കുറഞ്ഞതുമായ വഴിയിലൂടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. നടക്കുന്നതിൻ്റെ അസാധാരണമായ ഒരു ശബ്ദം കേട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സിമിത്തേരിയിൽ നിന്ന് തൻ്റെ അടുത്തേക്ക് പകുതി അഴുകിയ ഒരു സ്ത്രീയുടെ ശരീരം ഇഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ കാഴ്ച കണ്ട് ഭയം ഓടിയ സെബാസ്റ്റ്യൻ ആ അനുഭവം എന്നോട് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ പ്രകടമായിരുന്ന ഭയം ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അയർലൻഡിൽ വർഷങ്ങളായി താമസിക്കുന്ന രാജേഷ് ഒരിക്കൽ കൂട്ടുകാരുമൊത്ത് തകർന്ന ഒരു പഴയ കാസിൽ കാണാൻ പോയി. ഓരോ സ്ഥലങ്ങൾ നടന്ന് കണ്ട് അവിടെ ഇരുണ്ടടഞ്ഞ ഒരു ഭാഗത്തേക്ക് അബദ്ധവശാൽ രാജേഷ് കടന്നുപോയി. അപ്പോഴവന് അസഹ്യമായ എന്തോ കരിഞ്ഞ ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടു. തിരിച്ച് വീട്ടിലെത്തിയിട്ടും ആ ദുർഗന്ധം അവൻ്റെ മൂക്കിൽ നിന്ന് പോകാതെ നിന്നു. രാത്രി ഉറക്കത്തിനിടയിൽ വീട്ടിലെ ഫയർ പ്ലേസിൽ തീ കത്തുന്നത് പോലെ അവന് തോന്നി. എന്നാൽ അന്ന് അവിടെ ആരും ആ വീട്ടിൽ തീ കത്തിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഉണർന്നു നോക്കിയപ്പോൾ ഫയർ പ്ലേസിനുള്ളിൽ ഒരു കരിഞ്ഞ തലയൊട്ടി കത്തുന്നതാണ് കണ്ടത്. ആ അനുഭവത്തിന് ശേഷം രാജേഷ് ആ വീട് പോലും മാറിയെങ്കിലും അത് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു ഭീതി അവൻ്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ബാൽവയിലെ താമസക്കാരനായ രഞ്ജു ഒരിക്കൽ പതിവില്ലാതെ അടുത്തുള്ള പുൽക്കാട്ടിലേക്ക് നടക്കാനായിട്ട് പോയി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അന്തരീക്ഷം ഇരുണ്ടതും മഴ പെയ്യാൻ തുടങ്ങിയതും. ആ സമയത്ത് ആരോ അടുത്തേക്ക് വരുന്നത് പോലെ ഒരു കാൽ ശബ്ദം അവൻ കേട്ടു. ദൂരത്ത് നോക്കിയപ്പോൾ കറുത്ത ഗൗൺ ധരിച്ച ഒരു സ്ത്രീരൂപം പുൽക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നത് അവൻ കണ്ടു. ഭയം നോടിയ രഞ്ജു അടുത്ത പൊതുവഴിയിലെത്തിയപ്പോൾ മാത്രമാണ് നിന്നത്. ഇന്നും ആ ഭീകരാനുഭവം അവനെ പിന്തുടരുന്നതായിട്ടാണ് രഞ്ജു പറയുന്നത്. ഒഫീഷ്യൽ ഡ്യൂട്ടിക്കായി ലിംറിക്കിലെ ദൂരത്തുള്ള ഒരു B&Bയിൽ രാത്രി ചിലവഴിക്കേണ്ടി വന്ന മേരിക്ക് രാത്രിയിൽ അവളുടെ മുറിയിൽ വിചിത്രമായ വെളിച്ചം കാണപ്പെടുകയായിരുന്നു. ഭയന്ന മേരി ഉടനെ തന്നെ അവളുടെ ജപമാലയെടുത്ത് ഉച്ചശബ്ദത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ അപ്രതീക്ഷിതമായി ജനൽ കർട്ടനുകൾക്കപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീയുടെ ഭയാനകമായ അനിഷ്ട രൂപമാണ് മേരിക്ക് കാണാൻ പറ്റിയത്. ആ രാത്രിയിൽ പ്രാർത്ഥന മാത്രമാണ് തന്നെ രക്ഷിച്ചതെന്നാണ് മേരി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനുശേഷം കമ്പനി പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും ആ ഒരു പ്രദേശത്തേക്ക് ഡ്യൂട്ടിക്കായിട്ട് പോവുകയില്ല എന്ന് മേരി പറയുകയായിരുന്നു. പ്രേതങ്ങൾ ഇരകളുടെ മനസ്സുകളെ കീഴടക്കി അവരുടെ ഭീതിയെ വർദ്ധിപ്പിക്കുകയും ഒരു നിഴൽ കണ്ടാൽ പോലും ഭയപ്പെടുന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പോലും പലരും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു പേടി സ്വപ്നം പോലെ ഞെട്ടി എണീറ്റത് മുതൽ 13 വയസ്സുള്ള പുത്രി സ്വന്തം നിഴൽ കണ്ടാൽ പോലും ഇന്നും പേടിച്ചു കരയുന്നു എന്നാണ് കിൽക്കനിയിൽ നിന്നുള്ള സോഫിയ പറഞ്ഞത്. അർദ്ധരാത്രി
ഒരു ദൂരസ്ഥല സന്ദർശനത്തിന് ശേഷം മടങ്ങി വരുന്നതിനിടെ ജോൺ റോഡിന് കുറുകെ എന്തോ വിചിത്രമായത് കടന്നു പോകുന്നത് കണ്ടു. അടുത്തു നോക്കുമ്പോൾ കറുത്ത വസ്ത്രധാരികളായ ദമ്പതികളാണ് ഏതോ വിവാഹത്തിൽ നിന്നെന്ന പോലെ റോഡിന് കുറുകെ നടക്കുന്നത് കണ്ടത്. ആ കാഴ്ച കണ്ട് കൺട്രോൾ വിട്ട ജോൺ അന്ന് തലനാരിഴയ്ക്കാണ് ഒരു വലിയ ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യൂറോ മലയാളിയുമായി പങ്കുവെക്കൂ. കൂടുതൽ കഥകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.